മമ്മി ഭക്ഷണമായില്ലേ? ആ ആയിട്ടുണ്ട്, വേഗം കഴിച്ചോ. എന്നാ മമ്മി ഫുഡ്? പുട്ടും കടലക്കറിയും. അയ്യേ, കടലക്കറിയോ? ആ കടലക്കറി. എന്തേ? എനിക്ക് വേണ്ട, മമ്മി തന്നെ കഴിച്ചോ. എടി, ഇന്നലെ രാത്രിയല്ലേ ചിക്കൻ കഴിച്ചത്? അതിനെന്താ ഇന്ന് ചിക്കൻ കഴിച്ചുകൂടായിരുന്നുണ്ടോ? എടി പിങ്കി, കഴിച്ചിട്ട് പോടി. എനിക്ക് വേണ്ട, മമ്മി തന്നെ കഴിച്ചോ. ഇറച്ചിയും മീനും അല്ലാതെ ഈ കുട്ടികൾക്കൊന്നും പറ്റുന്നില്ലല്ലോ. എടി പിങ്കി, അവിടെ നിൽക്കേ. പിങ്കി, മമ്മിയോടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട ഭക്ഷണം. പിന്നെ നീ എന്താ കഴിക്കാ? എനിക്കൊന്നും വേണ്ട. അപ്പോൾ നിനക്ക് വിശക്കില്ലടി? ഇല്ല, മമ്മി എനി വിളിച്ചോണ്ട് നിൽക്കണ്ട, ഞാൻ സ്കൂളിലേക്ക് പോകുന്ന. ഈ സ്കൂളിൽ പോകുന്നാണെന്നോ? എടി പിങ്കി. ഓഹോ, എന്നാ മമ്മി എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിന് ഭക്ഷണം കഴിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. പോയി മുറ്റം അടിച്ചു വാരി വൃത്തിയാക്ക്. മുറ്റം അടിച്ചു വരാനോ? അല്ല പിന്നെ, 4 ദിവസമായി മുറ്റം അടിച്ചിട്ട്. എപ്പോൾ മുറ്റം അടിക്കാൻ പറഞ്ഞാലും നാളെ 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 എന്ന് പറഞ്ഞ് നീ പോകും. ഇന്ന് നീ മുറ്റം അടിക്കാതെ സ്കൂളിൽ പോകുന്നത് എനിക്കൊന്ന് കാണണം. അയ്യോ മമ്മി, സമയം നോക്ക്, ലേറ്റ് ആയി. ഞാനല്ലല്ലേ ലേറ്റ് ആക്കിയത്, നീ തന്നെയല്ലേ. 1 മണിക്കൂറായില്ലേ നീ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഫാഷൻ ഷോ കളിക്കുന്നേ. മമ്മി പ്ലീസ്, ഞാൻ നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. നാളെ 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 എന്ത് പറഞ്ഞാൽ നിനക്ക് നാളെ എന്ന് പറയുന്നതേ അറിയുള്ളൂ. മമ്മി, ഞാനിപ്പോൾ മുറ്റം അടിച്ചാൽ എന്തായാലും സ്കൂളിൽ എത്താൻ ലേറ്റ് ആകും. അതൊന്നും എനിക്ക് കേൾക്കണ്ട, നീ മുറ്റം അടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ നിനക്ക് എന്തായാലും ഇന്ന് സ്കൂളിൽ പോകാനാകില്ല പിങ്കി. എന്നാൽ ഞാൻ സ്കൂളിൽ പോകട്ടെ മമ്മി? എന്ത്? ഞാൻ പുട്ടും കടലയൊക്കെ കഴിച്ചു മമ്മി. ഇനി സ്കൂളിൽ പോകട്ടെ, ഇപ്പോൾ തന്നെ ലേറ്റ് ആയി. അല്ല, നിന്റെ അലക്കലൊക്കെ കഴിഞ്ഞോ? ഇല്ല. അതെന്താ? അത് പിന്നെ നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെടി. പോത്ത പോലെ രണ്ടും വളർന്നിക്ക്. ഒരു പണിയെടുത്തു തരാൻ രണ്ടിനും കഴിയില്ല. നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ സ്കൂളിൽ പോകും മുന്നേ നിങ്ങളുടെ പണി തീർത്തിട്ട് പോകണമെന്ന്. ആ രഘുവിന്റെ മോളെ കണ്ടു പഠിക്കണം. രാവിലെ ആയാൽ തുടങ്ങും ആ പെണ്ണ് എല്ലാ പണിയും എടുക്കുവാൻ. അമ്മ തുടങ്ങി ആ രഘുവിന്റെ മോളെ കൊണ്ട് പറയുവാൻ. പെൺകുട്ടികളായാൽ അങ്ങനെ വേണം. എന്താടി രമണി, നീ എന്തിനാ പിള്ളേരോട് ഇങ്ങനെ ചൂടാവുന്നത്? കുഞ്ഞാ മിനി, കാണുന്നില്ല ഇത്? 3 ദിവസമായി ആ മുറ്റം ഒന്ന് അടിച്ചിട്ട്. ഈ രണ്ടിനോടും എന്ത് പണി പറഞ്ഞാലും അവർ ചെയ്യുന്നില്ല. ഇവരെ നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇവരുടെ സ്കൂളോ? മതി, ഇനി സ്കൂളിലൊന്നും പോകണ്ട. സ്കൂളിൽ പോകണ്ട എന്നോ? എടി, ഇനി സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞ്. അത് തന്നെ, ഇനി ഇവിടെ നിന്ന് TV കണ്ട് രസിക്കാം. അപ്പോൾ സ്കൂളിൽ പോകാതെ ഇവിടെ തന്നെ നിൽപ്പിക്കാനാണോ നിന്റെ പരിപാടി? ആ, ഇനി കുറച്ച് ദിവസം സ്കൂളിൽ പോകണ്ട. രണ്ടും ഇവിടെ നിന്നും എല്ലാ പണിയും പഠിക്കട്ടെ. രണ്ടിനെ കൊണ്ടും ഇവിടെയുള്ള എല്ലാ പണിയും എടുപ്പിക്കണം. ഇവിടെയുള്ള ഒരു പണിയും ഞാനും കുഞ്ഞാമ്മിയും എടുക്കില്ല. ഇനി നിങ്ങൾ 2 പേരുമാണ് എടുക്കേണ്ടത്. എല്ലാ പണിയുമാ? ആ, എല്ലാ പണിയും. അടിക്കല്, വാരല്, തുടക്കല്, ഫുഡ് ഉണ്ടാക്കല്, അങ്ങനെ തുടങ്ങിയ എല്ലാ പണിയും. പോയി പണി തീർക്ക്. അയ്യോ മമ്മിയെ. രമണി, നീ വിട്. അതിന് ഞാനൊന്നും പിടിച്ചിട്ടില്ല. അതല്ല, നീ പ്രശ്നമുണ്ടാക്കില്ല. അവരെ വെറുതെ വിട്. ഈ പ്രാവശ്യം കൂടി നീ അവരോട് ക്ഷമിക്കേ. ആ മമ്മി പ്ലീസ്, പ്ലീസ് മമ്മി പ്ലീസ്. ഞാൻ സ്കൂളിൽ വിട്ട് വന്ന ഉടനെ മുറ്റമടിക്കും. ഞാനും സ്കൂളിൽ വിട്ട് വന്ന ഉടനെ അലക്കും. ഉറപ്പാണോ? ആ, ഇനി മേലാൽ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുമോ? ഇല്ല മമ്മി. എന്നാൽ വേഗം ഭക്ഷണം കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ നോക്ക്. ശരിക്കും പറഞ്ഞാൽ രണ്ടും പേടിച്ചിട്ട്. അല്ല, നീ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കഥ എന്താ? ഇങ്ങനെ ഇരിക്കുന്നതിന് എന്ത് കഥയാ മമ്മി? ഒരു കഥയുമില്ല, ഇങ്ങനെ വെറുതെ ഇരുന്നത് ഞാൻ. അല്ല, നീ സ്കൂളിൽ പോകുന്നില്ലേ? ഏയ്, ഇന്ന് പോകുന്നില്ല മമ്മി, നാളെ പോകാം. അത് നീയാണോ തീരുമാനിക്കുന്നത്? അടിച്ചു പോടാ അവിടുന്ന്. അതാരെന്റെ തലക്കെട്ട് അടിച്ചത്? എടി രമണി, നീ എന്റെ തലക്കെട്ട് അടിച്ചിട്ടാണോ പോയത്? പിന്നെയും ഈ സ്കൂളിൽ തന്നെ എത്തി. കുറച്ച് ദിവസമായി ഈ സ്കൂളൊന്നും പോകാതെ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നു. ഈ സ്കൂളൊക്കെ കണ്ടുപിടിച്ചത് ആരാണാവോ? ബെല്ലടിച്ചു. ടീച്ചർ എത്തും മുന്നേ വേഗം ക്ലാസ്സിലേക്ക് കയറാം, അല്ലെങ്കിൽ പുറത്ത് നിൽപ്പിക്കും. ഇന്ന സുലൈമാനിക്ക ചായ. അല്ല, പിള്ളേരല്ലേ സ്കൂളിൽ പോയാ? ആ, അവരൊക്കെ പോയി. അപ്പോൾ ഇക്രുവോ? അവനും പോയി. നല്ല രസമുണ്ടാക്കും. കുറെ ദിവസമായില്ലേ അവൻ ലീവ് എടുത്തിട്ട്. ടീച്ചേഴ്സ് ഒക്കെ എന്തായാലും അവനെ വഴക്ക് പറയും. വഴക്ക് കിട്ടാതിരിക്കാനുള്ള വഴിയൊക്കെ ഒപ്പിച്ചിട്ട് അവൻ ഇവിടെ നിന്നും പോയത്. എന്ത് വഴി? എന്തൊക്കെ അവന് പറഞ്ഞിക്ക് എനിക്ക് മര്യാദക്ക് മനസ്സിലായിട്ടില്ല. നിന്റെ ഗുളികയൊക്കെ എടുത്തിട്ട് അവൻ സ്കൂളിലേക്ക് പോയത്. എന്റെ ഗുളികയാ? നിന്നെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കാണിച്ചു കിട്ടിയ ഗുളികയില്ലേ, അതൊക്കെ എടുത്തിട്ട് അവൻ പോയത്.
അതെന്തിനാ? വേറെന്തിന്? അവൻ സ്കൂളിൽ വരാത്തതിന്റെ കാരണം ടീച്ചർ ചോദിക്കുമ്പോൾ അവൻ ഇതെടുത്ത് കാണിച്ചിട്ട് പറയാമല്ലോ. അവൻ ഇത്രയും ദിവസം സുഖമില്ല, ഹോസ്പിറ്റലിൽ കാണിച്ചതിന്റെ ഗുളിക ഇതൊക്കെയെന്ന്. അയ്യോ, അതൊക്കെ എന്റെ ഗുളികയല്ലേ? ഈ ചെറുക്കന്റെ ഒരു കാര്യം. ടീച്ചേഴ്സ് എന്താ മണ്ടന്മാരാ? ടീച്ചേഴ്സിന് ആ ഷീട്ടൊക്കെ കണ്ടാൽ മനസ്സിലാകില്ലേ? അവൻ ഓരോരു പണി ഒപ്പിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും ടീച്ചർ ഇന്ന് എന്നെ വിളിക്കുമായിരിക്കും. അയ്യോ സുലൈമാനിക്കാ. എന്താടി? സുലൈമാനിക്കാ, അതെന്റെ പുതിയ ഗുളികയാ. അവൻ ചെറിയ കുട്ടിയല്ലേ, വിവരമില്ലായിട്ട് കൊണ്ടുപോയതാണ്. എന്ത് വിവരമില്ലെങ്കിൽ എന്താ? അതെന്റെ ഗുളികയല്ലേ, ഞാൻ കൊടുക്കില്ല. എടി, അതൊരു ഗുളികയല്ലേ, അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? ആഹാ, അങ്ങനെ എന്റെ പുതിയ ഗുളിക ഞാൻ ആർക്കും കൊടുക്കില്ല. എടി, അത് ഗുളികയല്ലേ, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. എന്തായാലും അതിന്റെ പുതിയ ഗുളികയാ, ഞാൻ കൊടുക്കില്ല അവന്. എടി പോത്തെ, അത് അവന് കഴിക്കുകയൊന്നുമില്ല. നിങ്ങളൊന്നും പറയണ്ട, ഞാൻ അവന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അതെന്റെ ഗുളികയാ, ഞാനത് ആർക്കും കൊടുക്കില്ല. ഇതൊക്കെ എവിടുന്ന് വന്ന്? ഒരു ഗുളിക എടുത്താൽ ഇത്രയും പ്രശ്നമാക്കണോ? അയ്യോ, ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ. ക്ലാസ് തുടങ്ങിയെന്നാ തോന്നുന്നത്. ക്ലാസ്സിൽ സാറ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മുഴുവൻ ഞാൻ പുറത്ത് നിൽക്കേണ്ടി വരും. സാറ് വരാതിരുന്നാൽ മതിയായിരുന്നു. രക്ഷപ്പെട്ടു, സാറ് ക്ലാസ്സിൽ എത്തിയില്ല. അയ്യോ, സൽമാൻ വന്നിട്ടില്ലല്ലോ. അവനില്ലാതെ ഞാൻ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കും? ബോറടിച്ച് ചാകും. അവനെ വിളിക്കാൻ മറന്നുപോയി. അവനെ വിളിച്ചിരുന്നുവെങ്കിൽ അവനും വരുമായിരുന്നു. അവന് വരാമായിരുന്നു. ടോണിയാണല്ലോ അവിടെ ഉള്ളത്. ടോണിയാണെങ്കിൽ ടോണി, അവന്റെ അടുത്ത് പോയി ഇരിക്കാം. ദേ നോക്കിയേ, ഇക്രു വന്നു. ആഹാ, എടാ ഇക്രു, നീ ഇത്രയും ദിവസം എന്താ വരാതിരുന്നത്? അതിന് ഞാൻ കുറെ ദിവസം വരാതിരുന്നിട്ടൊന്നുമില്ലല്ലോ. ആകെ 3 ദിവസമല്ലേ? നീ വന്നോ? നിന്നെയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്കുള്ള പണി വരുന്നുണ്ടടാ. എന്തായാലും നിന്നെ തോമസ് സാർ കാണണ്ടേ ഇക്രു? നിനക്ക് നല്ലോണം വച്ചിട്ടുണ്ടെന്നാ സാർ പറഞ്ഞത്. എന്തിന്? നീ ഇങ്ങനെ ക്ലാസ് ലീവാക്കുന്നത് കൊണ്ട് തന്നെ. നിനക്ക് മാത്രമല്ല, സൽമാനുമുണ്ട് സാർ വെച്ചിക്ക്. നീ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണ്ട, സാർ ഇപ്പോൾ വരും. വേഗം ബെഞ്ചിലിരുന്നോ. എന്നാലും ആ സൽമാൻ എന്താ വരാത്തത്? നിനക്ക് ദിവസം വന്നാൽ ഇത് തന്നെയാണല്ലോ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ നീ അവനെ കാണാനല്ലേ സ്കൂളിൽ തന്നെ വരുന്നത്? അത് തന്നെയാ, നീ ആരോടും പറയണ്ട. ഡാ ടോണി, ഇന്നാടാ ഫസ്റ്റ് പീരീഡ്? എനിക്കറിയില്ല. എന്താടാ, നിനക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ? നീ എന്താ ഇങ്ങനെ മൂഡ് ഓഫിലിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. സൽമാനേ, അതെവിടുന്നാ? സൽമാനേ, നീ വന്നാ? ഇവനും വന്നോ? നിനക്കിട്ടിട്ടുള്ള പണിയും ഞാൻ തരുന്നുണ്ടടാ. ഹായ്, സൽമാൻ വന്നു. ഹായ്, സൽമാൻ വന്നു. എടാ സൽമാനേ, എടാ സൽമാനേ. എടി തുളസി, നീ ഒന്ന് മിണ്ടാതിരിക്കുമോ? ഇല്ല, ആദ്യം നീ ഒന്ന് മിണ്ടാതിരിക്കേ. ഞാൻ ഈ സൽമാനെ എത്ര ദിവസമായി കണ്ടിട്ട്? ആകെ 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. സൽമാനേ, സൽമാനേ. ഇവളെന്തെന്നാ കുറേ സമയമായില്ല, ഞാനെന്നാ പറയുന്നത് അത് തന്നെ പറയുന്നത്. സൽമാനെ, വേഗം വാ, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് തന്നെ, വേഗം വാ, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെയാണോ പോയി ഇരുന്നത്? അവിടെ അല്ലാതെ പിന്നെ എവിടെയാ ഇരിക്കേണ്ടത്? ഇവിടെ. എവിടെ? നിന്റെ മടിയില്ല? കുറേ സമയമായി ഓൾ ഓരോന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നു. അയ്യോ, അപ്പോൾ സാറടുത്തുനിന്ന് നല്ല വഴക്ക് കിട്ടില്ലേ? കിട്ടും. ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നത്? നേരത്തെ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ പേടിയില്ല. അതെന്താ? ഇപ്പോൾ നീയും എന്റെ കൂടെ ഇല്ലേ? എന്തായാലും സാർ എന്നെ ഒറ്റയ്ക്കല്ലല്ലോ വഴക്ക് പറയുന്നത്, നിന്നെയും കൂടിയല്ലേ? ഓഹോ, വല്ലാത്ത സാധനം തന്നെ. എന്നെ ഒഴിവാക്കിയിട്ടുള്ള നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഞാൻ തകർത്തിരിക്കും. അതാ ടോം സാർ വരുന്നുണ്ട്. എടാ നോക്കിയേ, ടോം സാർ എത്തി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ അതെ. ഞാൻ അറ്റൻഡൻസ് വിളിക്കാം. അല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് പീരീഡ് ആരാ? അത് അഞ്ജലി മിസ്. മിസ് ഇപ്പോൾ വരും. ഞാൻ അറ്റൻഡൻസ് വിളിക്കാം. നിങ്ങൾ പ്രസന്റ് പറ. അമ്മിണി. പ്രസന്റ് സർ. അനു. പ്രസന്റ്. എടാ, നമ്മുടെ പേരിപ്പോൾ വിളിക്കും. അതന്നെ, എനിക്ക് പേടിയാകുന്നുണ്ട്. സാർ നമ്മളെ കണ്ടിട്ടില്ലല്ലോ? ഇല്ലെന്നാ തോന്നുന്നത്.
എടാ സാർ ചോദിച്ചാൽ ഇത്രയും ദിവസം ലീവായതിന്റെ കാരണം എന്താ പറയാ? അറിയില്ലടാ, ഞാൻ കുറച്ച് ഗുളികയൊക്കെ എടുത്തിട്ടാ വന്നത്. അതെന്തിനി? അഥവാ സാർ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുളികകളൊക്കെ കാണിച്ചിട്ട് എനിക്ക് പറയാമല്ലോ ഇത്രയും ദിവസം എനിക്ക് അസുഖമായിരുന്നു, അതുകൊണ്ട് സ്കൂളിൽ വരാത്തതെന്ന്. അപ്പോൾ ഞാൻ എന്നാ കാരണം പറയാ? നീ എന്തെങ്കിലും പറഞ്ഞോ? എനിക്കും ഒരു ഐഡിയ പറഞ്ഞതാടാ. ഇക്രു, എന്താ ഇക്രു, എന്താടാ പൊട്ടാ? ഇവിടെ പൊട്ട ഞാനല്ല വിളിക്കുന്നത്, നിന്നെ സാറാണ് വിളിക്കുന്നത്. ക്ലാസ്സിൽ വരികയുമില്ല, വന്നാലിട്ട് ശ്രദ്ധിക്കുകയുമില്ല. നിന്നെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നത്? നിനക്കെന്താ ചെവി കേൾക്കുന്നില്ലേ? ഉണ്ട് സാർ. ഓ, രണ്ടാൾ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെന്നാ അവിടെ നിന്നും ചർച്ച ചെയ്യുന്നത്? ഒന്നുമില്ല സാർ. ഒന്നുമില്ലെന്നോ? എന്നിട്ട് ഞാൻ വിളിച്ചത് നീ കേട്ടിനോ? ഇല്ല സാർ. പിന്നെ നീ എന്നാ അവിടെ നിന്നും ചെയ്യുന്നത്? അത് പിന്നെ എടാ, ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കല്ല, നിൽക്ക് നിൽക്ക്, കുറച്ച് ബഹുമാനൊക്കെ കാണിക്കേ. എന്ത്? എടാ, നിന്റോടാ ചോദിക്കുന്നത്. അത് പിന്നെ എടാ, നിൽക്ക് നിൽക്ക്. നിന്നോടല്ലടാ ഞാൻ ചോദിക്കുന്നത്. അയ്യോ, ഞാനിപ്പോൾ എന്താ പറയാ? എടാ, നിൽക്ക് നിൽക്ക്. അതാണോ? അത് തന്നെ. പറടാ. അത് പിന്നെ സാർ, നിൽക്ക് നിൽക്ക്. എന്ത്? എടാ പൊട്ടാ, നിന്നോട് അത് പറയാനല്ല ഞാൻ പറഞ്ഞത്, നിന്നോട് നിൽക്കാൻ പറഞ്ഞതാ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ സ്റ്റാഫ് റൂമിലേക്ക് വാ. എടാ പെട്ടടാ പെട്ട്, ഇന്ന് നമ്മുടെ കാര്യം പോക്കാം. എടാ, എനിക്ക് പേടിയാകുന്നടാ. ഇപ്പോൾ രക്ഷിതാവിനെയും കൂട്ടി വരാൻ പറയുമോ? അത് തന്നെ എനിക്ക് പേടിയാകുന്നത്. ഇപ്പോൾ എന്താടാ ചെയ്യാ? നമുക്ക് മാഷ കാല് പിടിച്ചാലോ? എന്തിന്? മാഷിക്കണ്ട കാല് വേദനണ്ടാ? ഒന്ന് പോടാ അവിടുന്ന്. എങ്ങനെയെങ്കിലും മാഷ കാല് പിടിച്ചിട്ട് ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. കാല് പിടിച്ചാൽ രക്ഷപ്പെടുമോ? നമുക്ക് എന്തെങ്കിലും പറഞ്ഞൊന്ന് രക്ഷപ്പെടാൻ നോക്കാം. അല്ല, നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ? ഇല്ല സാർ. എന്ത്? അയ്യോ, കേട്ടു സാർ. എന്നാൽ വേഗം നടക്ക് സ്റ്റാഫ് റൂമിലേക്ക്. എടാ ഇക്രു, വാടാ, നമുക്ക് പോകാം. എന്നാൽ നീ നടക്ക്, ഞാൻ ഇതൊന്ന് എടുക്കട്ടെ. എന്ത്? ഗുളിക തന്നെ മാഷിക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അതൊന്നും എടുക്കണ്ട, ഒന്ന് പോടാ അവിടുന്ന്. അങ്ങനെ നീ മാത്രം രക്ഷപ്പെടണ്ട. നീ വാ. എന്നാൽ നീ നടക്ക്. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ല, നീ ഗുളികയൊന്നും എടുത്തില്ലല്ലോ? ഇല്ലടാ, നീ ഒന്ന് നടക്ക്. എന്തായാലും സാരമില്ല, ഗുളിക എടുത്ത് കീശയിലിടാം. അഥവാ ആവശ്യം വന്നാൽ കാണിച്ചു കൊടുക്കാലോ. എടാ ഇക്രു, വേഗം വാ. വരുന്നേ. അതല്ല, അതുമില്ല. ഇവളെന്നിങ്ങനെ നോക്കുന്നത്? കുഞ്ഞാമി, അതുമില്ലല്ലോ. ഇവക്കെന്താ വട്ടായ? എടി കുഞ്ഞാമി, എടി കുഞ്ഞാമി. എന്തെന്നാ മനുഷ്യ, കൊറേ സമയമായില്ല തിങ്ങിങ്ങേന്നറിയുന്നേ. എന്റെ പൊച്ചോനെ, ഇവക്ക് ശരിക്കും വട്ടായിന്ന് തോന്നുന്നത്. എല്ലാ മനുഷ്യ, ഇങ്ങക്കെന്നാ വേണ്ടത്? അല്ല, നീ എന്നിങ്ങനെ നോക്കുന്നത്? ഞാനെന്നാ നോക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്റെ ഗുളികയും എടുത്തിട്ട് ഒരുത്തൻ ഇവിടെ നിന്ന് പോയിട്ടില്ലേ? അതാരാ? ആ കൊക്രു തന്നെ. അതേത് പക്രു? പക്രു അല്ല മനുഷ്യ, നമ്മുടെ ഇക്രു ഇല്ലേ, അവൻ തന്നെ. ഓ, ഇക്രുവിനെ കൊണ്ടാണോ നീ അങ്ങനെ പറഞ്ഞത്? അവൻ എന്റെ പുതിയ ഗുളികയും എടുത്തിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. അതിനെന്താടി, അവൻ മാഷെ ഒന്ന് പറ്റിക്കുവാൻ വേണ്ടി കൊണ്ടുപോയതല്ലേ? അതിന് എന്റെ ഗുളിക തന്നെ എടുക്കണോ? നിങ്ങളുടെ ഗുളിക എടുത്താ പോരെ? അവൻ അങ്ങനെ നിന്റെ ഗുളിക തന്നെ എടുക്കണമെന്ന് ഉദ്ദേശിച്ചെടുത്തതല്ല, കയ്യിൽ കിട്ടിയ ഏതെങ്കിലും ഗുളിക എടുത്തതായിരിക്കും. അങ്ങനെ എന്റെ ഗുളിക എടുത്തിട്ട് അവൻ പോകണ്ട. എന്റെ നല്ല മൊഞ്ചുള്ള ഗുളികയത്. എന്റെ കുഞ്ഞാമി, നീ എന്നിങ്ങനെ പറയുന്നത്? അത് ഗുളികയല്ലേ? നിന്റെ വർത്താനം കേട്ടാൽ വിചാരിക്കും വല്ല തിന്നുന്ന എന്തെങ്കിലും സാധനമാണെന്ന്. അതെന്താ, ഗുളിക തിന്നുന്ന സാധനം തന്നെയല്ലേ? നിന്റോട് വർത്താനം പറഞ്ഞു നിൽക്കാൻ ഞാനില്ല. അതിന് നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ അവിടെ ഇരിക്കി. ഇവിടുന്ന് പോകുന്നതാ നല്ലത്. പോയാ? എന്തെങ്കിലും ആകട്ടെ. എന്നാലും അവൻ എന്റെ ഏത് ഗുളിക എടുത്തിട്ടാ പോയിട്ടുണ്ടാവുക? എന്തായാലും അത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ സ്കൂളിലെത്തി. എന്റെ ഗുളിക കൊണ്ടാണ് നിന്റെ കളി അല്ലേ? അതിന് ഈ കുഞ്ഞാമി സമ്മതിക്കില്ല. ഈ കുഞ്ഞാമീൻ്റോട് അവന്റെ കളി ഞാൻ കാണിച്ചു തരാമടാ നിനക്ക്. ഇവിടെയൊന്നും ആ ഇക്രുവിനെ കാണുന്നില്ലല്ലോ. അവനെ ഇപ്പോൾ എങ്ങനെയൊന്ന് കണ്ടുപിടിക്ക? ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു, ആ കുരുത്തം കെട്ട ഇക്രു എവിടെയാ ഉള്ളതെന്ന്. എന്റെ പുതിയ ഗുളികയും എടുത്തിട്ട് അവൻ വന്നിക്ക്. അവനെ ഞാൻ ഇന്ന് ശരിയാക്കും. ആരോടാ ഇപ്പോൾ ഒന്ന് ചോദിക്കാ? ഇവിടെ മാഷന്മാരൊന്നുമില്ലേ? മാഷ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു, ആ ഇക്രു എവിടെയാ ഉള്ളതെന്ന്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? അതെവിടുന്നാ?
ആ കണ്ടു, ഒരു മാഷ കണ്ടു. ഇവനോട് തന്നെ ചോദിക്കാം ആ ഇക്രു എവിടെയാ ഉള്ളതെന്ന്. ഇനി ലേറ്റ് ആയിട്ട് നീ വരുമോ? ഇല്ല സർ, ഇനി ഞാൻ അങ്ങനെ വരില്ല. നീ എപ്പോഴും ഇത് തന്നെയാ പറയുന്നത്. ഹും. അയ്യോ, 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 അയ്യോ. നീ എന്താടാ ഡാൻസ് കളിക്കുന്ന? സാർ അടിച്ചിട്ട് എനിക്ക് വേദനയാക്കുന്നു. ആ, വേദനയാക്കാൻ തന്നെ അടിച്ചത്. ഇനി മേലാൽ നീ ഇത് ആവർത്തിക്കരുത്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ നേരെ വൈകിട്ട് സ്കൂളിലേക്ക് എത്തരുതെന്ന്. അയ്യോ സാറേ, ഇനി ഞാൻ ലേറ്റ് ആയിട്ട് വരില്ല, ഉറപ്പ്. ഇനി മേലാൽ നീ ലേറ്റ് ആയിട്ട് വരുന്നത് ഞാൻ കണ്ടാൽ നിന്റെ കാലിന്റെ മുട്ടും ഞാൻ തല്ലിയൊടിക്കും. എന്റെ അള്ളോ, ഈ മാഷ് ആ ചെറുക്കന്റെ മുട്ടിനിട്ടിട്ട് ഒരു അടി കൊടുത്തല്ലോ. ലേറ്റ് ആയിട്ട് വന്നാൽ കാലിന്റെ മുട്ട് തല്ലി ഒടിക്കുമെന്നാ പറഞ്ഞത്. ഞാനും ഇപ്പോൾ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ എന്റെ കാലിന്റെ മുട്ടും തല്ലി ഒടിക്കുമോ? അപ്പോൾ ഇവിടെ നിൽക്കണ്ട, വേഗം പോകാം. ഈ മാഷ് കണ്ടാൽ എന്റെ കാലിന്റെ മുട്ട് തല്ലി ഒടിക്കും. എന്റെ അള്ളോ, അതൊന്നും അവിടെ നിന്നും പോയത് ഞാൻ കണ്ടില്ല സാർ. പക്ഷെ എന്റെ അള്ളോ എന്ന് പറയുന്നത് കേട്ടിനി. അതെന്തെങ്കിലും ആകട്ടെ, നിന്നോട് ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയില്ലേ? ഉണ്ട് സാർ. എന്നാൽ വിട്ടോ ക്ലാസ്സിലേക്ക്. തോമസ് സാർ സ്റ്റാഫ് റൂമിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടല്ലേ നമ്മളെ വഴക്ക് പറയുക? ആടാ, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും നമ്മളെ വഴക്ക് പറയുക. ശരിക്കും എനിക്ക് പേടിയാകുന്നുണ്ടടാ. നിനക്ക് മാത്രമല്ല, എനിക്കും പേടിയാകുന്നുണ്ട്. ഇനി മേലാൽ ഞാനിങ്ങനെ ലീവ് എടുക്കില്ല. ഇനി മേലാൽ ഞാനും ഇങ്ങനെ ലീവ് എടുക്കില്ല. നീ വേഗം നടക്ക്, ഇനി ലേറ്റ് ആയതിന്റെ പേരിലായിരിക്കും അടുത്ത വഴക്ക് പറയുക. അത് തന്നെ, വേഗം നടക്കാം. നീ എന്റെ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കണേ. അതെന്തിനാ? ഒരു ധൈര്യത്തിനാടാ. വേഗം നടക്ക്. നീ എന്റെ കൂടെ ഉള്ളതാ എന്റെ ഒരു ധൈര്യം. അതുപോലെ തന്നെ നീ എന്റെ കൂടെ ഉള്ളതാ എനിക്കും ഒരു ധൈര്യം. എന്ത് വന്നാലും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എന്നാൽ വേഗം നടക്ക്. ഇക്രുവല്ലേ അത്? എടാ, നിന്നെ ഞാൻ കണ്ടുപിടിച്ചടാ. വേഗം ചെന്നിട്ട് ആ ഗുളിക ഇങ്ങ് വാങ്ങാം. എടാ, നിക്കടാ അവിടെ, നിൽക്ക്. ഈ കുഞ്ഞാമീൻ്റോടാ അവന്റെ കളി. നീ എവിടെ പോയാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കുമെടാ. എന്റെ അള്ളോ, അതിന്റെ ഉള്ളിൽ കുറെ മാഷന്മാരുണ്ടല്ലോ. ഈ മാഷന്മാർക്കൊന്നും വീടില്ലേ? എല്ലാവരും ഇവിടെ വന്ന് കുത്തിയിരിക്കാം. മനുഷ്യന് മെനക്കെടുത്താന്. അവരൊക്കെ കൂടി എന്റെ കാല് തല്ലി ഒടിക്കുമോ? എന്റെ അള്ളോ, എന്റെ നല്ല മൊഞ്ചുള്ള കാലാ. ഈ മാഷന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും അതിന്റെ ഉള്ളിൽ പോകുന്നത് അപകട. ആ ഇക്രു വരുന്നത് വരെ പുറത്ത് കാത്തു നിൽക്കാം. വേഗം വാ. എടാ, സാർ എവിടെയാടാ നമ്മളെയും കൂട്ടി പോകുന്നത്? അറിയില്ലടാ. എന്തായാലും സ്റ്റാഫ് റൂമിൽ നിന്ന് വഴക്ക് പറയാത്തത് നന്നായിക്ക്. അത് തന്നെ, അല്ലെങ്കിൽ എല്ലാവരും കേൾക്കുമായിരുന്നു. അല്ല, നിങ്ങൾ ഒന്നാണോ രണ്ടാണോ? നിങ്ങൾ രണ്ടുപേരുണ്ടോ എന്ന്? ഉണ്ട് സാർ, കാണുന്നില്ലേ? ഈ സൽമാനും ഞാനുമല്ലേ ഇവിടെ ഉള്ളത്. അല്ല, നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അമ്മാതിരി നിൽപ്പാ നിങ്ങളുടെ നിൽപ്പ്. രണ്ടുപേരും മാറി മാറി നടക്കുകയെന്ന്. ഇങ്ങനെ ഒട്ടി ഒട്ടി നടക്കാൻ നിങ്ങൾ എന്താ കാന്തമാണോ? വിട്ടു നടക്കറ. ഇനി വേഗം വാ. എപ്പാ ഈ സ്കൂളൊന്ന് വിടുക. ഈ സ്കൂൾ വിട്ടിരുന്നുവെങ്കിൽ ഇക്രുവിന്റെ അടുത്ത് നിന്നും ആ ഗുളിക വാങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് പോകാമായിരുന്നു. അങ്ങനെ വേഗം പോകുവാൻ പറ്റില്ല. ആ ഇക്രുവിനിട്ട് 2 എണ്ണം കൊടുത്തിട്ടേ ഞാൻ പോകൂ. എന്റെ പുതിയ ഗുളിക കൊണ്ട് അവന്റെ കളി. ആതാരാ വരുന്നത്? എന്റെ ഒന്നോ, ഒരു മാഷാണല്ലോ വരുന്നത്. അയാൾ എന്നെ കാണണ്ട, വേഗം ഒളിച്ചു നിൽക്കാം. എവിടെയാ ഒന്ന് ഒളിക്കാ? എന്റെ അള്ളോ, ഒളിക്കാൻ പറ്റിയ നല്ല സ്ഥലം കാണുന്നില്ലല്ലോ. തൽക്കാലം ഇവിടെ ഒളിക്കാം. സമാധാനമായി. ഈ മാഷന്മാരെയും കൊണ്ട് ഇതെന്തൊരടങ്ങാറാ. മാഷന്മാർക്ക് മര്യാദയ്ക്ക് കുട്ടികളെയും പഠിപ്പിച്ച് അവിടെ ഇരുന്നാൽ പോരെ. മനുഷ്യന് മെനക്കെടുത്താൻ ഇതെന്തിനിങ്ങനെ നടന്നു കളിക്കുന്നത്? ആ ഇക്രുവിനെ കിട്ടിയില്ലല്ലോ. അവന്റെ അടുത്ത് എത്തുവാൻ എന്താണ് ഒരു വഴി? എന്റെ അള്ളോ, ആ മാഷ് ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. കൂടെ 2 കുട്ടികളും ഉണ്ടല്ലോ. കോയും മക്കളും പോകും പോലെ ഈ മാഷും മക്കളും എവിടത്തേക്കാ പോകുന്നത്? ഈ മാഷ കൂടെ ആ ഇക്രുവും സുലൈമാനും അല്ലേ ഉള്ളത്? രക്ഷപ്പെട്ട്. ആ ഇക്രുവിനെ കണ്ടല്ലോ. ഇനി വേഗം ഗുളികയും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാം. അതിനാ മാഷ് പോയിട്ടില്ലല്ലോ. മാഷ് പോയിട്ടുണ്ടെങ്കിൽ വേഗം ഗുളിക വാങ്ങാമായിരുന്നു. മാഷ് ഇപ്പോൾ പോകും, അതുവരെ കാത്തു നിൽക്കാം. ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വാ. ഈ മാഷ് നമ്മളെയും കൂട്ടിട്ട് എവിടത്തേക്ക് പോകുന്നത്? അറിയില്ലടാ. ഇനി ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കുമോ? സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതാണെന്നോ? നീ എന്താടാ ഈ പറയുന്നത്? അല്ലാതെ നമ്മളെയും കൂട്ടി മാഷ് എന്തിനാ ഇങ്ങ് പുറത്തേക്ക് വന്നത്? അപ്പോൾ അതിന് തന്നെയായിരിക്കുമോ? മാഷ് പോകുന്നുണ്ട്. ആ
ഇക്രമും സുലൈമാനും അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. വേഗം പോയിട്ട് ഗുളിക വാങ്ങിയാലോ? അല്ലെങ്കിൽ വേണ്ട, ആ മാഷങ്ങ് പോകട്ടെ, എന്നിട്ട് ഓടിച്ചെന്നിട്ട് ഗുളിക വാങ്ങാം. ഇവനിക്കെന്താ തീരെ സ്പീഡില്ലാത്തത്? മാഷാണ് പോലും മാഷ്. അങ്ങ് സ്പീഡിൽ നടന്നാലെന്താ? അങ്ങനെ തന്നെ നടക്ക്. വേഗം പോയൂടെ എന്റെ സാറേ, എന്നിട്ട് വേണം എനിക്ക് ആ ഗുളിക ഒന്ന് വാങ്ങുവാൻ. സമാധാനമായി, ആ മാഷങ്ങ് പോയല്ലോ. ഇനി വേഗം ചെന്നിട്ട് ആ ഗുളിക ഇങ്ങ് വാങ്ങാം. ഇവൻ പോയിട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും എന്നാ കളിക്കുന്നത്? ഒന്നുമില്ല സർ. പിന്നെ എന്റെ പിറകെ വരാതെ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല സർ. വേഗം ഇങ്ങ് വാ. അല്ല സാറേ, ഞങ്ങൾ എന്തിനാ ഇങ്ങ് പുറത്തേക്ക് കൂട്ടി വന്നത്? അത് നിങ്ങൾ വെറുതെ ക്ലാസ് ലീവാക്കിയത് കൊണ്ട്. അതിനെന്തിനാ സാറേ ഞങ്ങളെ പുറത്തേക്ക് കൂട്ടി വന്നത്? അതിനുള്ള പണിഷ്മെന്റ് തരാൻ തന്നെ. ആ, പണിഷ്മെന്റ് തന്നെ. അതേത് സിമെന്റിനെ കൊണ്ട് ഇവർ പറയുന്നത്? എന്ത് പണിഷ്മെന്റാ ഞങ്ങൾക്ക് തരുന്നത്? അതോ, അത് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അവൻ പോയല്ലോ. ഇനി പിന്നെയും തിരിച്ചു വരുമോ? എടാ സർ, എന്ത് പണിഷ്മെന്റ് ആയിരിക്കും നമുക്ക് തരുന്നത്? എനിക്കറിയില്ല. നമ്മൾ കുട്ടികളല്ലടാ, അതുകൊണ്ട് വലിയ പണിഷ്മെന്റ് ഒന്നും തരില്ലായിരിക്കും. അങ്ങനെ തന്നെയാ എനിക്കും തോന്നുന്നത്. നമ്മളെ മാഷ് വെറുതെ വിട്ടാൽ മതിയായിരുന്നു. അങ്ങനെ വിടില്ല. ഇത് നിന്റെ കുഞ്ഞാമിത്തല്ലേ? അത് തന്നെ. എന്താ ഇവിടെ? എന്നാൽ ഞാൻ ഇവിടെ നിൽക്കാം. എന്താ? അതല്ല, എന്താ സ്കൂളില്? നീ എന്താ സ്കൂളില്? ഞാൻ പഠിക്കാൻ വന്നത്. എന്നാൽ ഞാൻ അടിക്കാൻ വന്നതാ. എന്ത്? ഞാൻ നിന്നെ അടിക്കാൻ വന്നതാ എന്ന്. അടിക്കാനാ? അതെന്തിന്? നിന്റോട് ആരാറേ? ഞാനെന്നാ പറഞ്ഞത്? എന്തിന്? നിന്റോട് ആരാറേന്ന്? എന്ത്? അയ്യോ, നാവ് കുഴഞ്ഞു പോകുന്നു. മര്യാദയ്ക്ക് മെല്ലെ പറഞ്ഞു നോക്കാം. നിന്റോട് ആരാടാ പറഞ്ഞേ? ഇങ്ങനെ സാവകാശം പറയാം, എന്നാ നാവ് കുഴഞ്ഞു പോകില്ല. നിങ്ങൾ എന്നാ ഏന്റി പറയുന്നത്? നിന്റോട് ആരാറേ? നിന്റെ ഏന്റിക്ക് വട്ടായിന്നാ തോന്നുന്നത്. ഏന്റി നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. ഞാൻ സാവകാശത്തിൽ പറഞ്ഞു തരാം. നിന്റോട് ആരാടാ പറഞ്ഞേ? എന്ത് പറഞ്ഞേന്ന്? പറയും പോലെ എന്നാ പറഞ്ഞത്? എന്റെ ഗുളിക എടുത്തിട്ട് പോകുവാൻ തന്നെ. ഇപ്പോഴാ ഓർമ്മയായത്. നീ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ ഗുളിക എടുത്തത്? അത് പിന്നെ നീ എന്നാണ് വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാക്കില്ലെന്നോ? അല്ല ആന്റി, ഞാനതൊന്നും ചെയ്യില്ല. പിന്നെ നീ എന്തിനാടാ എന്റെ പുതിയ ഗുളികയും എടുത്തിട്ട് വന്നത്? നിങ്ങളെ പുതിയ ഡ്രസ്സൊന്നുമല്ലല്ലോ, ഗുളികയല്ലേ. അതെന്താ, ഗുളിക ഒരു ചെറിയ സാധന? പിന്നെ ഗുളിക ചെറിയ സാധനമല്ലാണ്ട് വലിയ ആനയുടെ അത്ര ഉണ്ടാ? പറയും പോലെ ഗുളിക ചെറിയ സാധനമാണല്ലോ. അതിന് ഇവിടെ ചെറുതോ വലുതോ എന്നല്ല വിഷയം. എന്റെ പുതിയ സാധനത്തിന് ഇവൻ എടുത്തത്. എനിക്കത് തിന്നാനൊന്നുമല്ല, മാഷെ ഒന്ന് വെറുതെ കാണിക്കുവാനാ. അങ്ങനെ വെറുതെ കാണിച്ചു കൊടുക്കുവാൻ എന്റെ ഗുളികയെ കിട്ടിക്കുള്ളൂ. വേറെ ആരെങ്കിലും ഗുളിക എടുത്തോറോ? അതെന്തോട് ഇപ്പോൾ എടുത്തുപോയി. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ എടുക്കില്ല. എല്ലാം എടുത്തു എനിക്ക് ഇനി എടുക്കൂലെന്ന് പറഞ്ഞിട്ടെന്താ? പ്ലീസ് ഒന്ന് ക്ഷമിക്ക്. ഇപ്പോൾ ആ മാഷി വരും. മാഷി ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെയും പ്രശ്നമാകും. വരട്ടെ, മാഷും വരട്ടെ, വേറെ മാഷും വരട്ടെ. ഈ കുഞ്ഞാമിക്ക് ഒരു പ്രശ്നവുമില്ല. അതിന് ഏന്റിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. പ്രശ്നം മുഴുവനും എനിക്കാ ഉണ്ടാവുക. ഞാൻ ആ ഗുളിക മാഷ്ക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ടൊന്ന് രക്ഷപ്പെടട്ടെ. എന്ത്? ഗുളിക മാഷ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് രക്ഷപ്പെടട്ടെ എന്നോ? അതെങ്ങനെയാടാ? മാഷ്ക്ക് ഗുളിക കാണിച്ചു കൊടുത്താൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റും. എന്നാൽ എണക്കും വരുമ്പോ കുറച്ച് ഗുളിക എടുത്ത് വന്നാൽ മതിയായിരുന്നു. മാഷെ കാണുമ്പോൾ എണക്കും രക്ഷപ്പെടാലോ. എന്നാ ആന്റി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാനൊന്നും ആലോചിക്കുന്നില്ല. നീ എന്റെ ഗുളിക എടുക്ക്. എന്റെ അതല്ല ഞാൻ പറഞ്ഞത്. മാഷ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഞാനത് കൊണ്ടുവരും. ഏന്റി ഇപ്പോൾ വീട്ടിലേക്ക് പോട്. ഗുളിക കിട്ടാണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോയിക്കോറാ. അതല്ല, ഞാൻ ഗുളികയും കൊണ്ടേ വീട്ടിലേക്ക് പോകൂ. ഇങ്ങക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ പോകുമ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഗുളിക വാങ്ങിക്കോ. സുലൈമാൻ, നിങ്ങൾ മാപ്പട. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാൻ എന്നല്ല സൽമാൻ എന്നാണെന്നേ. നീ എന്റെ അടുത്തുനിന്ന് വാങ്ങിക്കും കേട്ടാ. അതിന് മുന്നേ നിങ്ങൾ എന്റെ അടുത്തുനിന്ന് വാങ്ങിക്കും. നിങ്ങളൊന്ന് മിണ്ടാണ്ട് നിൽക്കുമോ? ഇതൊക്കെ ആ മാഷ് കണ്ടാൽ പ്രശ്നമാകും. മാഷ്
മാഷ് കണ്ടാൽ വേഗം ഗുളിക എടുത്തിട്ട് കൊടുത്താൽ പോരെ, എന്നാൽ പ്രശ്നമാകില്ലല്ലോ. ഇതാരാ? അയ്യോ ടോം സർ, എന്റെ അല്ലോ, ഈ മാഷ് എന്നെ കണ്ടല്ലോ. അല്ല ഡിക്രു, ഇത് നിന്റെ ആന്റി അല്ലേ? മാഷിന് ഇതെങ്ങനെ മനസ്സിലായി? അന്ന് ടൂർ പോകുമ്പോൾ നിന്റെ ആന്റിയെ പരിചയപ്പെട്ടില്ലേ? മാഷിന് ഓർമ്മയുണ്ടല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ഇവരെന്തിനാ വന്നത്? അത് പിന്നെ ഞാൻ ഗുളിക. എന്ത് ഗുളികയോ? അത് പിന്നെ ഏന്റി ഗുളിക വാങ്ങാൻ പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറിയതാണെന്നാ പറഞ്ഞത്. എന്ത് ഗുളിക വാങ്ങാൻ പോകുമ്പോൾ കയറിയതാണെന്നോ? ഇതെന്താ നിങ്ങളുടെ അമ്മായിന്റെ വീടോ? അതെന്താ, ഗുളിക വാങ്ങിയാൽ അമ്മായിന്റെ വീട്ടിൽ പോക്ക് നിർബന്ധ? നിങ്ങൾ ഗുളിക വാങ്ങാൻ പോകുമ്പോഴും സാധനം വാങ്ങാൻ പോകുമ്പോഴൊന്നും കയറി ഇറങ്ങേണ്ട സ്ഥലമല്ല ഇത്. ഇതൊരു സ്കൂളാണ്. ഇവിടെ അതിന്റേതായ മാനദണ്ഡങ്ങളുണ്ട്. അതെവിടെയുള്ളത്? എന്ത്? മാങ്ങേന്റെ തണ്ട്. ഓ, മാങ്ങേന്റെ തണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, മാനദണ്ഡങ്ങൾ എന്നാ. ഇവിടെ നിന്നൊന്ന് പോടെ, എന്നെ നാണം കെടുത്താണ്ട്. എടാ ഇക്രു, നിന്റെ ഏജ് പണ്ടത്തെ പോലെ തന്നെയല്ലേ? ഒരു മാറ്റവും ഇല്ലല്ലോ. അത് പിന്നെ സർ, പ്രായമായില്ലേ, അതുകൊണ്ട് മര്യാദക്ക് കേൾക്കാത്തത് കൊണ്ട് പറഞ്ഞതാ. ആർക്കാടാ പ്രായമായത്? ഡാ ചെറുക്ക, നിന്റെ ഈ മാഷ്ക പ്രായമായത്, അല്ലാതെ എനിക്കല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടായിരുന്നു. പെണ്ണുങ്ങളെ അങ്ങോട്ട് നോക്കണ്ട, നിങ്ങളെ തന്നെയാ വിളിച്ചത്. ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പോയി തരുമോ? നിങ്ങൾ വെറുതെ വന്നതല്ലേ, പ്ലീസ് ഒന്ന് പോട്. ഇതൊരു സ്കൂളാണ്. അതെന്താ, സ്കൂളിൽ വന്നാൽ വേഗം പോകണമെന്നുണ്ടോ? ആ, അങ്ങനെയുണ്ട്. എന്നാൽ വാ, നമുക്ക് എല്ലാവർക്കും പോകാം, നടക്ക്. അല്ല, നിങ്ങൾ എന്താ വരാത്തത്? എവിടെ വരാനാ ഏന്റി പറയുന്നത്? വീട്ടിലേക്ക് തന്നെ. എന്താ, നിങ്ങൾ വരുന്നില്ലേ? അല്ല ഏന്റി, ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അത് ശരി, നിങ്ങൾ എന്തിനാ വന്നതെന്ന് എന്നോടാ ചോദിക്കുന്നത്? ഏന്റി, ഞങ്ങൾ പഠിക്കാൻ വന്നതല്ലേ. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാലല്ലേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ആ, അത് ശരിയാലേ. അല്ല, അപ്പോൾ ഇയാൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആര്? താൻ തന്നെ, അല്ലാണ്ട് വേറെ ആരാ? താനെന്നോ? പെണ്ണുങ്ങളെ, നിങ്ങളെന്നാ പറയുന്നത്? ഞാനൊരു അധ്യാപകനാണ്. അത് സാറല്ലേ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതും ശരിയാണല്ലോ. അപ്പോൾ നിങ്ങളൊന്നും പോകണ്ടല്ലേ? ഞങ്ങളല്ല പോകേണ്ടത്, നിങ്ങളാ. കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. നിങ്ങൾക്കെന്നാ ഈ സ്കൂളിൽ കാര്യം? അത് പിന്നെ ഇങ്ങനെ പഠിക്കാൻ വന്ന കുട്ടികളെ ഇടങ്ങാറാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. എന്റെ അല്ലോ, കേസാ? ആ, കേസ് തന്നെ. കേസ് വേണ്ട, ഐസ് മതി. എന്ത് ഐസാ? ആ, നല്ല പാലൈസ് മതി. ഓ, നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും കേസ് കൊടുക്കും. എന്റെ അല്ലോ, അത് വേണ്ട. അത് വേണ്ടെങ്കിൽ വേഗം ഇവിടെ നിന്നും വിട്ടോ. അപ്പോൾ എന്റെ ഗുളിക. അയ്യോ, എന്താണ് ചെറുക്ക, എന്റെ ഗുളിക ഇങ്ങത്താ. അതൊക്കെ പറ, മാഷ് കേൾക്കും. ഏന്റിന്റെ ഗുളിക ഞാൻ വീട്ടിലെത്തിയിട്ട് തരും. ഏന്റി ഇപ്പോൾ വീട്ടിലേക്ക് പോട്. ഇല്ല, ഞാൻ എന്റെ ഗുളിക കിട്ടാതെ പോകില്ല. ഓ ഏന്റി, ഞാനിപ്പോൾ ഗുളിക തരുന്നത് മാഷ് കണ്ടാൽ പ്രശ്നമാകും. അതുകൊണ്ടാ പറയുന്നത്, ഏന്റി ഇപ്പോൾ പോട്. ഞാൻ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നിട്ട് ഏന്റിയുടെ ഗുളിക അങ്ങ് തരും. എന്ത് ഗുളികന്റെ കാര്യമാ പറയുന്നത്? കുറെ സമയമായാലും ഞാൻ കേൾക്കുന്നേ. എന്തൊരു ഗുളികയുടെ കാര്യം? അത് പിന്നെ മാഷേ, അതൊന്നുമില്ലല്ലോ. പിന്നെന്താ അവർ പറയുന്നത്? അതൊന്നുമില്ല സർ. ഒന്ന് പോട് പ്ലീസ്. ഒന്നുമില്ലെങ്കിൽ എന്തിനാ പിന്നെ ഈ പെണ്ണുങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്? അത് പിന്നെ ഒന്ന് പോട്. ഞാൻ പോകൂല. ഈ പെണ്ണുങ്ങൾ പോകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ. ഒന്ന് വരട്ടി നോക്കാം. ഹലോ ഹലോ. എടാ പൊട്ടം മാഷേ, ആദ്യം ചെവിയിൽ ഫോൺ വെക്ക്, എന്നിട്ട് കലോ എന്ന് പറ. ചെവിയിൽ ഫോൺ വെക്കാതെ താൻ കലോ എന്ന് പറഞ്ഞിട്ടെന്താ? അവർ കേൾക്കില്ലല്ലോ. അതിന് ഞാൻ ആരെയും ഫോൺ വിളിച്ചതില്ല. നിങ്ങളോടൊരു കാര്യം പറയുവാൻ വേണ്ടി വിളിച്ചതാണ്. എന്നെ ഇങ്ങനെയാണോ താൻ ഫോൺ വിളിക്കുന്നത്? അതിന് ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചതല്ലോ. നിങ്ങളോടൊരു കാര്യം പറയുവാൻ വേണ്ടി നേരിട്ട് വിളിച്ചതല്ലേ? അല്ല, അതിന് മാത്രം തനിക്കെന്താ ഇങ്ങനെ പറയാനുള്ളത്? അതോ? ആ, അത് തന്നെ. നിങ്ങൾ ഇനിയും ഇവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ ഇവിടെ പ്രിൻസിപ്പാൾ വരും. വന്നോട്ടെ, അതിനെന്താ? അല്ല, അതെപ്പോഴാ വരുന്നത്? എന്ത്? താനല്ലേ പറഞ്ഞത് ഇപ്പോൾ പല്ല് വരുമെന്ന്. പല്ല? അല്ല, അതെങ്ങനെയാ വരുന്നത്? താൻ ചിരിക്കുമ്പോൾ ഇങ്ങനെ പ്രേതത്തിന്റെ പല്ല് പോലെ താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്നാ പറയുന്നത്? അല്ലടോ, താനല്ലേ ഇപ്പോൾ പറഞ്ഞത് എന്തോ ഒരു മോഡൽ പല്ല് വരുന്നുണ്ടെന്ന്. സാറ് പല്ല് വരുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെന്ത് കാര്യാ? പ്രിൻസിപ്പൾ വരുന്ന കാര്യമാ.
ഇതെന്ത് മോഡൽ പല്ലാടാ? അണപ്പല്ലെന്നെല്ലാം കേട്ടിക്ക്, ഈ പല്ല് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഈ പെണ്ണുങ്ങൾക്ക് ശരിക്കും വട്ട് തന്നെയല്ലേ? എന്ത് പെണ്ണുങ്ങളാ ഇത്? ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത പെണ്ണുങ്ങള്. അണപ്പല്ലിനെ കൊണ്ടും കൊന്ത്രമ്പല്ലിനെ കൊണ്ടും അല്ല പറഞ്ഞത്. ഈ സ്കൂളിലത്തെ പ്രിൻസിപ്പൾ ഇല്ലേ, ആ പ്രിൻസിപ്പളിനെ കൊണ്ടാ പറഞ്ഞത്. ഓ, ആ വലിയ മാഷിനെ കൊണ്ടാ പറഞ്ഞത്. ആ, അതാ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു നിന്റെ ഈ മാഷ്ക്ക് എന്നെ പേടിപ്പിക്കുവാൻ എന്തോ ഒരു മോഡൽ തരം പല്ലുണ്ടെന്നാ. അല്ല, എന്തെന്നാ ആ പ്രിൻസിപ്പളിനെ കൊണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ആ പ്രിൻസിപ്പളിനെ ഞാൻ ഇപ്പോൾ ഇവിടെ വിളിക്കുമെന്ന്. എന്തിന്? എന്തിനെന്നോ? നിങ്ങൾ ഇവിടെ നിന്നും പിടിച്ച് പുറത്താക്കുവാൻ. എന്നെ പിടിച്ച് പുറത്താക്കുവാനാ? ആ, അതിന് തന്നെ കുറെ സമയമായി നിങ്ങളോട് ഇവിടെ നിന്ന് പോകുവാൻ പറയുന്നത്. വേഗം ഇവിടെ നിന്നും വിട്ടോ, അല്ലെങ്കിൽ പ്രിൻസിപ്പളും മറ്റു മാഷന്മാരും ഇവിടെ വരും. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്നും പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കും. പോയാ? ഹോ, സമാധാനമായി. കുറെ സമയമായി ഞാൻ അതിനെ സഹിക്കുന്നു. അല്ല, നിങ്ങൾ എന്തെങ്കിലും വെറുതെ നിൽക്കുന്നത്? ക്ലാസ്സിലേക്ക് പോകുവാനോ? അതെങ്ങനെ? നിങ്ങൾ ഇത്രയും ദിവസം ക്ലാസ് ലീവാക്കിയതിന്റെ പണിഷ്മെന്റ് ആണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ തരുന്നത്. ദാ, ഈ സ്കൂൾ മുറ്റത്ത് കാണുന്ന ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പറിച്ച് സ്കൂൾ മുറ്റം വൃത്തിയാക്കുവാൻ. ആ, പുല്ല് വരയ്ക്കുവാൻ തന്നെ. വേഗം പുല്ലൊക്കെ പറിച്ച് ഇവിടെ വൃത്തിയാക്ക്. വീട്ടിലുള്ള പശുവിന് വരെ ഞാൻ ഇതുവരെ പുല്ല് പറിച്ചിട്ടില്ല. അതിന് നിന്റെ വീട്ടിൽ പശുവുണ്ടോ? ഇല്ല, അത് ഞാൻ വെറുതെ ഒരു പഞ്ചിന് പറഞ്ഞതാ. എന്നാലും സർ, പുല്ല് പറിക്കുവാൻ എന്തിനാ പറഞ്ഞത്? ഇത് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ കണ്ടാൽ നമ്മളെ കളിയാക്കി ചിരിക്കും. അത് തന്നെ. നമുക്ക് ഇന്റർവെൽ ആകും മുന്നേ വേഗം പുല്ല് പറിച്ചു തീർക്കാം, അല്ലെങ്കിൽ കുട്ടികൾ കാണും. ആ, അതാ നല്ലത്. എന്നാൽ വേഗം പറിച്ചോ. രണ്ടും കൂടെ ഇവിടുന്ന് മണ്ണ് വാരി കളിക്കുന്ന. എന്റെ ഗുളിക കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന ഒരു പ്രശ്നവുമില്ല. ആ പൊട്ടം മാഷ് ഇവിടെ ഞാനുണ്ടാ? ഓൻ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ പേടിച്ചോടിപ്പോയെന്ന്. അങ്ങനെയൊന്നും പേടിച്ചോടുന്നവളല്ലേ ഈ കുഞ്ഞാമി. അത് മാഷായാലും ശരി, പട്ടാളായാലും ശരി, ആര് പറഞ്ഞാലും ഈ കുഞ്ഞാമി പോകില്ല. എനിക്കെന്റെ ഗുളിക കിട്ടണം, എന്നാലേ ഞാൻ പോകൂ. ഈ കുഞ്ഞാമിന്റെ അവരുടെ കളി. എന്താടാ, പുല്ലൊക്കെ പറിച്ചിട്ട് കൈവേദനയാകുന്നേ? എനിക്കുമുണ്ട്, നീ ഇത് നോക്കിയേ. എന്താ? എന്റെ കൈ തന്നെ, അല്ലാണ്ട് വേറെന്താ? കയ്യിലാകെ അഴുക്കായി, നഖത്തിന്റെ ഉള്ളിലൊക്കെ മണ്ണ് കയറിയിട്ടുണ്ട്. എനിക്ക് പറ്റുന്നില്ല ഇനിയും പുല്ല് പറിക്കാൻ. നീ ഇത് നോക്കിയേ, നമ്മൾ ഇത്രയും പുല്ല് പറിച്ചില്ലേ? ഇനിയും പുല്ല് പറിക്കണോ? നമുക്കിത് നിർത്തിയിട്ട് പോയാലോ? പറ്റില്ലടാ, മാഷ് പറഞ്ഞിട്ടില്ലേ ഇവിടെ മുഴുവനും വൃത്തിയാക്കുവാൻ. ഒരു വല്ലാത്ത പണിഷ്മെന്റ് തന്നെയാ നമുക്ക് തന്നത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വല്ല ആയുധവും എടുത്തിട്ട് വരാം. അതെന്തിനാ? പുല്ല് പറിക്കുവാൻ തന്നെ. കൈകൊണ്ട് പറിച്ചിട്ട് കൈ വേദനയാക്കുന്നില്ലേ? ആ, എന്നാൽ നീ ചെന്നിട്ട് എടുത്തിട്ട് വാ. ആ സുലൈമാൻ ഇതെവിടെയാ പോയത്? എവിടെയെങ്കിലും ആകട്ടെ, എനിക്ക് ഗുളികയല്ലേ വേണ്ടത്. അത് ഈ ഇക്രുവിന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. എന്റെ ഗുളികയും എടുത്ത് വന്നിട്ട് അവന്റെ നിൽപ്പ് കണ്ടാ മതി. ഇതിന് ഞാൻ ഇവനിക്കിട്ടൊരു പണി കൊടുക്കും. അതിപ്പോഴല്ല, പിന്നെ. മോനെ, അത് വിടുന്ന ഒരു പിച്ചക്കാരുടെ സൗണ്ട് കേട്ടത്. തോന്നിയതായിരിക്കും. എന്നെ പിച്ചക്കാരിന്ന് വിളിച്ചാ? അല്ല, ഓന്റി. പോയില്ലേ? നീ വിചാരിച്ച് ഞാൻ പോയിട്ടുണ്ടാകുമെന്നില്ലേ? എന്റെ ഗുളിക കിട്ടാതെ ഞാൻ പോകില്ലടാ. നിങ്ങൾ പോയിട്ടില്ലേ? നീ ഇപ്പോൾ എന്നെ ഇവിടെ കാണുന്നുണ്ടാ? ഉണ്ട്. പിന്നെ പോയിട്ടില്ല എനിക്ക് ഇന്നലെ ചോദിക്കണ? എന്നെ അങ്ങ് പറഞ്ഞേച്ചിട്ട് നിങ്ങൾക്ക് ആ ഗുളികയും കൊണ്ട് സുഖിച്ച് നടക്കാമെന്ന് കരുതിയില്ലേ? ഗുളിക കൊണ്ട് എന്ത് സുഖിച്ച് നടക്കാനാ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്റെ ഗുളിക ഞാൻ ആർക്കും കൊടുക്കില്ല. നിനക്ക് ഈ പെണ്ണുങ്ങളുടെ ഗുളികയെ എടുക്കാൻ കിട്ടിയിട്ടുള്ളൂ. ആ സമയത്ത് എടുത്തു പോയതാടാ. ഇനി മേലാ ഞാൻ ഈ പണിയെടുക്കില്ല. അതൊന്നാടാ നിന്റെ കയ്യിലുള്ളത്? അത് നഖം തന്നെ. ദാ നോക്ക്. നിന്റെ കയ്യിലല്ല, അവന്റെ കയ്യില്. എടാ, എന്താടാ നിന്റെ കയ്യിലുള്ളത്? അത് പിന്നെ അരിവാള്. ഇങ്ങതാ. ഈ അരിവാളാ? അല്ലാതെ വേറെന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? ഇല്ല. എന്നാൽ ഇത് താടാ. നിനക്കെന്തിനാടാ അരിവാള്? അത് പിന്നെ പുല്ലരിയുവാൻ. പക്ഷെ എനിക്കെന്തിനാ അരിവാളെന്നറിയാമോ? മീൻ മുറിക്കാനായിരിക്കില്ലേ? അതിനൊന്നുമില്ല. പിന്നെന്തിനാ? നിങ്ങൾ അരിയുവാൻ.
മര്യാദയ്ക്ക് എന്റെ ഗുളിക ഇങ്ങ് തന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പോൾ അരിയും. അയ്യോ, എടാ ഇക്രു, നീ വേഗം ഗുളിക എടുത്ത് കൊടുക്ക്. എന്താ നിങ്ങളുടെ പണി കഴിഞ്ഞില്ലേ? അയ്യോ ടോം സർ, ആ മാഷ വരുന്നുണ്ടല്ലോ. എന്റെ അല്ലോ, എന്നെ ഇവിടെ കണ്ടാൽ അയാൾ പിന്നെയും പ്രശ്നമാക്കും. അല്ല, പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞോ? കുറെ പറിച്ചു സർ. അല്ല സൽമാനെ, നീ ഒരു അരിവാളൊക്കെ എടുത്തു പോകുന്നത് കണ്ടല്ലോ, അതെവിടെ? അത് 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 ഇവരുടെ അടുത്താണുള്ളത്. ആരെടുത്ത്? ദാ ഇവരുടെ അടുത്ത്. ഈ കുഞ്ഞാമിത്തേത് ഇവിടെ പോയി? നിങ്ങൾ രണ്ടുപേരും എന്താ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? അത്